നാരായണ നാരായണ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ് ഗുരുചരണാരവിന്ദാഭ്യം നമഃ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. മഹാഗണപതയേ ശരണം. സംസരസ്വത്യേ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാതരുണബിംബഫലാധരോഷ്ഠാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിപാദതീർത്ഥമായ ഗംഗയുടെ തീരത്ത് പരമഭാഗവതനായ ആത്മാരാമൻ ശുകബ്രഹ്മഋഷി തനിക്കായി ഒഴുക്കിത്തരുന്ന ഭഗവത് കഥാമൃതത്തെ പറയുന്ന എന്നല്ല, മഹത്തമന്തർഹൃദയൻ മുഖച്യുതോ, ഭാഗവതന്മാരായ ഭക്തന്മാരുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുന്നതായ ഭഗവാന്റെ കഥകൾ ആ പരമഗുരുനാഥനിൽ നിന്നും തൻ്റെ രണ്ട് കാതുകളിൽ കൂടിയും ഹൃദയത്തിലേക്ക് കോരി നിറച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷിത്ത്. സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളെ പാടി വളരെ വളരെ വിസ്തരിച്ച് 24,000 ശ്ലോകങ്ങളിലായി വാത്മീകി പാടിയതായ രാമകഥയെ, രാമായണത്തെ 2 അധ്യായങ്ങളിലേക്ക് ചുരുക്കി എന്ന് പറയുമ്പോൾ മധുരം കൂടി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അല്ലേ. പഞ്ചസാരയൊക്കെ കുറുക്കി കൊണ്ടുവരുമ്പോൾ മധുരം കുറയോ കൂടുക ചെയ്യാം. അതുപോലെ 24,000 ശ്ലോകത്തിലുള്ള രാമായണത്തെ ഭാഗവതത്തിൽ ചുരുക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ല, അതിൻ്റെ മധുരം കൂടിയിട്ടേ ഉള്ളൂ. പിന്നീട് ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളിലേക്ക് ഗുരുനാഥൻ പ്രവേശിക്കുമ്പോഴേക്കും പരീക്ഷത്തിൻ്റെ ശ്രദ്ധ, ആവേശം ഒന്നുകൂടി വർദ്ധിച്ചു. കാരണം നീലചന്ദ്രനായി ഭഗവാൻ ഉദിച്ചത് ഈ ഒരു വംശത്തിലല്ലേ. അപ്പോൾ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ പറയാൻ തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഇനി കൃഷ്ണാവതാരത്തിലേക്കാവും ഗുരുനാഥൻ്റെ യാത്ര. ആ വംശപരമ്പരയിൽ യയാദീചരിതവും യയാദിയുടെ മുത്തപുത്രനായ യദുവിൻ്റെ വംശത്തിലേക്കും ഗുരുനാഥൻ പ്രവേശിച്ചപ്പോൾ പരീക്ഷത്തിന് ഒന്നുകൂടി ഉറപ്പായി താൻ കേൾക്കാൻ കാത്തിരുന്ന ശ്രീകൃഷ്ണ കഥകളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. യദുവംശ തിലകമായ ആ ഭഗവാന്റെ അവതാരത്തിലേക്ക് എന്ന ഭാവത്തിൽ ദേവകീ വസുദേവന്മാരുടെ സന്താന പരമ്പരകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ 7ാമതായി സാക്ഷാൽ അനന്തമൂർത്തി ബലരാമനായി അവതരിച്ചു പരീക്ഷിത്തെ. അഷ്ടമസ്തുതയോരാസിൽ സ്വയമേവ ഹരിക്കില. 8ാമതായി പന്നകശായിയായ പത്മനാഭൻ പൂർണ്ണ പുണ്യാവതാരമായി പരിപൂർണതമാവതാരമായി കൃഷ്ണനായി അവതരിച്ചു എന്ന് കേൾക്കേണ്ട താമസം തൻ്റെ കണ്ണുകളെ അടച്ച് കാതുകളെ കുറിപ്പിച്ച് പരീക്ഷിത്ത് കാത്തിരുന്നു ആ ശ്രീകൃഷ്ണ കഥകൾക്ക് വേണ്ടിയിട്ട്. അവിടെ
കൃഷ്ണകഥകളുടെ മാഹാത്മ്യവും മാധുര്യവും ശുഖബ്രഹ്മർഷി നമ്മളെ ഓർമ്മിപ്പിച്ചു. യസ്മിൻ സൽക്കർണപീയൂഷേ യശസ്ഥീർത്ഥവരേ സകൃൽ ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസന. യാതൊരു ശ്രീകൃഷ്ണ കഥകളാണോ കാതുകളിൽ കൂടിയിട്ട് ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഹൃദയമാകുന്ന പാത്രത്തിനടിയിൽ കട്ട പിടിച്ചിരിക്കുന്ന പ്രാരബ്ധ ചെളിവെള്ളത്തെ അവിടെ നിന്ന് ഇളക്കിക്കളഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതായിട്ടുള്ളത് ആ കൃഷ്ണകഥകൾ. ആർക്കു വേണ്ടിയിട്ട്? കലൗജനിഷ്യമാണാനാം ദുഃഖശോകതമോനുതം. ഒപ്പം കലിയുഗവാസികളായ നമ്മൾക്ക് ഈ കൃഷ്ണാവതാര കഥകൾക്ക് എന്താ റോള്? അപ്പോഴാണ് ശുഖബ്രഹ്മർഷി പറഞ്ഞത്, പരീക്ഷിത്തെ, ഞാൻ അങ്ങേക്ക് കൃഷ്ണകഥകളൊക്കെ പറഞ്ഞു തരാം, പക്ഷേ യഥാർത്ഥത്തിൽ ഈ ശ്രീകൃഷ്ണ കഥകൾ ഉപകരിക്കുക ആർക്കറിയോ? വരാൻ പോകുന്ന കലിയുഗവാസികൾക്ക്. പല വിധത്തിലുള്ളതായ പ്രാരബ്ധങ്ങളുടെ നൂലാമാലകളിൽ പെട്ട് ആശ്രയമെന്ത് അഭയമെന്ത് എന്ന ഭാവത്തിൽ ഓടി നടക്കുന്ന ഓരോ ജീവനും കൃഷ്ണകഥകൾ ഭവൗഷധാൽ ഭവരോഗികൾക്കുള്ള ഔഷധമായിട്ട് ശോഭിക്കും എന്ന് ഓർമ്മിപ്പിച്ച് പരീക്ഷത്തിൻ്റെ മുൻപിൽ ശ്രീകൃഷ്ണ കഥകളെ പറയാൻ ഗുരുനാഥൻ തുടങ്ങുമ്പോൾ താൻ ഇത്ര ദിവസം യാതൊരു കൃഷ്ണകഥകളെ കേൾക്കാനാണോ കാത്തിരുന്നത്, ആ ശ്രീകൃഷ്ണ കഥകളിലേക്ക് ഇതാ ഗുരുനാഥൻ എത്തിയിരിക്കുന്നു എന്ന ആവേശത്തോടെ കാതുകളെ കുർപ്പിച്ച് ശ്രദ്ധയോടുകൂടിയിട്ട് പരീക്ഷിത്തങ്ങനെ ഇരിക്കുമ്പോഴാണ് സോമവംശത്തെ പാടിയും യയാതിചരിതത്തെ പാടിയും യദുവംശവർണ്ണനയെ ചെയ്തും ദേവകീ വസുദേവ ചരിതത്തെ പാടിയും ഉയർത്തി കൊണ്ടുവന്ന പരീക്ഷത്തിൻ്റെ ആവേശത്തെ മുഴുവൻ കെടുത്തിക്കൊണ്ട് 2 ശ്ലോകം കൃഷ്ണാവതാരം അല്ല, കൃഷ്ണലീലകളെ മുഴുവൻ ശുഖബ്രഹ്മർഷി അവിടെ ചുരുക്കി പരീക്ഷത്തിൻ്റെ മുൻപിൽ പാടിക്കൽപ്പിച്ചു. ജാതോഗത പിതൃഗൃഹാൽ വ്രതമേധിതാർത്ഥോ. പരീക്ഷത്തെ അങ്ങേക്ക് കൃഷ്ണാവതാരല്ലേ കേൾക്കേണ്ടത്, കൃഷ്ണൻ്റെ കഥയല്ലേ, ഞാനിപ്പോൾ പറഞ്ഞു തരാം, അതിന് വലിയ സമയമൊന്നും വേണ്ട. ദേവകീ വസുദേവ പുത്രനായിട്ട് കംസൻ്റെ കാരാഗൃഹത്തിൽ അത്ഭുതബാലകനായി അവതരിച്ച് പിന്നീട് നീലവർണ്ണനായി അമ്പാടിയിലേക്കെത്തി ബാലലീലകളെ നടത്തി, വൃന്ദാവനത്തിലേക്കെത്തി രാസലീലാദികളെ നടത്തി, മധുരയിലേക്കെത്തി കംസവധാദി വീരലീലകളെ നടത്തി, ദ്വാരകാധീശനായി 16,000-ലധികം ധർമ്മപത്നികളോടൊപ്പം അത്ഭുത ഗൃഹസ്ഥാശ്രമത്തെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ച് ഒടുവിൽ യദുകുലത്തെ ബ്രഹ്മശാപ നിമിത്തമാക്കി നശിപ്പിക്കാനുള്ളതായ ഒരുക്കങ്ങളെ ചെയ്ത് ഉദ്ധവന് ശ്രേഷ്ഠമായ ഉപദേശത്തെ കൊടുത്ത് ഉദ്ധവനെ ബദരികാശ്രമത്തിലേക്ക് യാത്രയാക്കി യദുകുലത്തെ നശിപ്പിച്ചു ജല എന്ന വേടൻ്റെ ആ വിശാസ്ത്രത്തെ നിമിത്തമാക്കി തൻ്റെ കൃഷ്ണലീലകളെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചുപോയി. കഴിഞ്ഞു. വിസ്തരിച്ച് കേൾക്കണം എന്ന് കാത്തിരുന്നതായ കൃഷ്ണാവതാരം 2 ശ്ലോകത്തിൽ ചുരുക്കി ഗുരുനാഥൻ. നമ്മളായിരുന്നു പരീക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ ആവൂ ഇന്നെങ്കിലും 1 മണിക്ക് ഊണ് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോകുന്ന ഓരോ നിമിഷവും നമ്മുടെ ശരീരം മാത്രമാവും ഇവിടെ അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ മനസ്സൊക്കെ ഇവിടുന്ന് പിടിവിട്ട് പോവും. കാരണം നമുക്കറിയാം, എത്ര കൃഷ്ണാവതാരം പറഞ്ഞാലും എത്ര കൃഷ്ണലീലകളെ നമ്മൾ ഇവിടെ നിന്ന് കേട്ടാലും ഇവിടുന്ന് പുറത്തേക്ക് എത്തിയാൽ പലതരത്തിലുള്ള പ്രാരബ്ധങ്ങളുടെ നൂലാമാലകൾ നമ്മളെ പിടിക്കാനുണ്ട്. എന്നാൽ പരീക്ഷത്തിന് ഇനി അങ്ങനൊരു തിരിച്ചുപോക്കില്ല. ഭാഗവതം കേട്ട് ആ ഭാഗവത മഹാസമുദ്രത്തിലേക്ക് ലയിക്കാൻ വരുന്നതായ പരീക്ഷത്തിനെ സംബന്ധിച്ച് കേൾക്കാൻ കൊതിച്ച കൃഷ്ണകഥകൾ എങ്ങനെ ചുരുക്കിയപ്പോൾ സഹിച്ചില്ല. ഗംഗാതീരത്ത് ആ കൃഷ്ണപ്രേമിയായ വിഷ്ണുരാധൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് ശുഖബ്രഹ്മർഷിയോട് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. എന്തേ ഗുരുനാഥ, ഇത്ര സമയം സൂര്യവംശങ്ങളിലുള്ള അനേകം രാജാക്കന്മാരുടെ കഥകളെ പാടിയിട്ട് ഞാൻ കേൾക്കാൻ കൊതിച്ച കൃഷ്ണകഥകളിലേക്ക് എത്തുമ്പോൾ എന്തേ അങ്ങേക്ക് ഇങ്ങനൊരു പിശുക്ക്? കൃഷ്ണകഥകളുടെ മാഹാത്മ്യവും മാധുര്യവും അറിയാത്ത ഒരാളാണ് ഞാൻ എന്ന് തോന്നിയോ? ഞാൻ ഈ ഗംഗാതീരത്തേക്ക് വന്നിരുന്നപ്പോൾ
എൻ്റെ മുൻപിലേക്ക് ഭഗവത് കഥകളെ പാടാനായി അങ്ങ് അവതരിച്ച നിമിഷം ഞാൻ അങ്ങയോട് പറഞ്ഞത് എനിക്ക് കൃഷ്ണകഥകളെ പാടിത്തരൂ എന്നല്ലേ? ആ കൃഷ്ണകഥകളുടെ മാഹാത്മ്യം എന്താ? നിവൃത്തദർശൈഹി ഉപഗീയമാനാൽ, നിവൃത്തന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ അല്ലേ, ഒരു തരത്തിലും ഈ ലോകത്തിലുള്ളതായ പ്രവൃത്തികൾ കൊണ്ട് ആത്യന്തികമായ സ്വസ്ഥത ലഭിക്കില്ല എന്നുറപ്പിച്ച് എല്ലാ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തി നേടിയ ആത്മാരാമന്മാരായ ഋഷീശ്വരന്മാർ അവരെന്ത് ചെയ്തു? അല്പസമയം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. നമ്മളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭർത്താവോ ഭാര്യയോ മക്കളൊക്കെ അടുത്തു വരാൻ തുടങ്ങിയ അപ്പം നമ്മൾ പറയും, കുറച്ച് സമയം ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ, കുറച്ച് സമയം ആരും എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ, ഒരു ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ അല്പസമയം ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ വെറുതെ ആവുമോ ഹിമാലയത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി വെറുതെ ഇരിക്കുന്നത്? അങ്ങനെ എത്രയോ കാലം ഒറ്റയ്ക്കിരുന്നതായ ആ ഋഷീശ്വരന്മാർക്ക് അനുഭവിക്കേണ്ടതായ പരമാനന്ദം അത് പുറത്തല്ല അകത്ത് തന്നെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവർ ആത്മാരാമന്മാരായി അകത്തുള്ളതായ പരമചൈതന്യത്തെ സ്വയമേവ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഋഷീശ്വരന്മാരുടെ ധ്യാനത്തെ, അവരുടെ സമാധിഭാവത്തെ പോലും തട്ടിമാറ്റി അവരെ ആകർഷിച്ചു ഭഗവാന്റെ വേണുഗാനം അല്ലേ? ഉപനയനം കഴിക്കാൻ വേണ്ടി പൂണുനൂലും കൊണ്ട് പിറകെ ഓടിയതാ വേദവ്യാസൻ. എന്നിട്ട് അച്ഛൻ്റെ വിളി കേൾക്കാത്തതായ ആ ശുഖബ്രഹ്മർഷി അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നിൽക്കാത്ത പുത്രൻ അച്ഛൻ്റെ മുൻപിൽ വന്ന് പടിഞ്ഞിരിക്കുക. എന്തിന്? ഭാഗവതൊന്ന് പഠിപ്പിച്ചു തരൂ. ആത്മാരാമന്മാർ പോലും ഈ ഹരികഥയിൽ രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭവ ഔഷധാൽ, എങ്ങനെയുള്ള കൃഷ്ണകഥകൾ? ഭവരോഗികളായ സകലർക്കുമുള്ള ഔഷധം. ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടോ? ജനിച്ചവർക്കൊക്കെ ഒരു സൂക്കേടുണ്ടെന്നാ. ഈ അസുഖമില്ലാത്തവർ ജനിക്കേണ്ട ആവശ്യമില്ല. എന്താ അത്? ഭവരോഗം, പ്രാരബ്ധം. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ അല്ലേ? ടെൻഷൻ ഉള്ളവർക്കൊക്കെ ടെൻഷൻ ഉണ്ടല്ലോ എന്നുള്ള ടെൻഷൻ, ടെൻഷൻ ഇല്ലാത്തവർക്കോ അങ്ങനെ ഒരു ടെൻഷനുണ്ട്. എന്ത്? ടെൻഷനൊന്നും ഇല്ലല്ലോ എന്നുള്ള ടെൻഷൻ. ഇപ്പം ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ ഉണ്ടല്ലോ എന്നുള്ള ടെൻഷൻ, ഷുഗർ ഇല്ലാത്തവർക്കോ ഇതെപ്പോഴാണ് വരിക? അതൊരു ടെൻഷനാണ്. ഇങ്ങനെ പല വിധത്തിലുള്ളതായ ദുഃഖങ്ങളിൽ പെട്ടിരിക്കുന്ന സകലർക്കും ഒരൊറ്റ ഔഷധം. ഗുരുവായൂരപ്പനെ കാണാൻ ഒരു ദിവസം എത്ര ഭക്തന്മാർ പോകുന്നുണ്ടാവും? ഈ പോകുന്നവരുടെയൊക്കെ കയ്യിൽ പ്രാരബ്ധത്തിൻ്റെ എത്ര ലിസ്റ്റുകളുണ്ടാവും, അപേക്ഷയുണ്ടാവും കൊടുക്കാൻ അല്ലേ? അവിടെ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് പറയുമ്പോൾ വിട്ടുപോണ്ട എന്ന് വിചാരിച്ച് ലിസ്റ്റാക്കിയിട്ട് എഴുതി വെച്ചു. ഭാര്യയുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, ജോലിയുടെ കാര്യം, പശുവിൻ്റെ കാര്യം ഒക്കെ എഴുതി വെച്ച് വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അയൽവാസിയുടെ ചോദ്യം, എവിടേക്കാ? ഞങ്ങളൊന്ന് ഗുരുവായൂർ. ഞങ്ങളുടെ കാര്യം കൂടി പറയണേ. വേഗം നമ്പർ ഇട്ടു 16. അയൽവാസിയുടെ കാര്യം കൂടി പറയണം. ലിസ്റ്റും മടക്കി വെച്ച് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. മുണ്ടിൻ്റെ ആ തലയ്ക്ക് ലിസ്റ്റ് അവിടെ തിരികെ വെച്ചു. ഉദ്ദേശം മറ്റൊന്നുമല്ല, ഗുരുവായൂർ നടയിൽ അവിടെ എത്തിയാൽ അവർ പിടിച്ചു തള്ളും, എന്നാലും ഈ ലിസ്റ്റ് മുഴുവൻ വായിച്ചിട്ടേ മാറുള്ളൂ, ഉറപ്പിച്ചു. ഒടുക്കം 6 മണിക്കൂർ ക്യൂ നിന്നു. ക്യൂ നിൽക്കുമ്പോൾ ഒരു കയ്യ് ഈ പ്രാരബ്ധത്തിൻ്റെ ലിസ്റ്റിൽ മുറുക്ക പിടിച്ചു. എന്താ വെച്ചാൽ അവിടെ എത്തിയാൽ മറന്നു പോകണ്ട വെച്ചിട്ടാണ്. ഒടുക്കം നടന്ന് പൊന്നും തൃപ്പടി ഒന്ന് കയറി ഭഗവാന്റെ നടയിൽ, ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തുമ്പോൾ സ്വതവേ എനിക്ക് ഈ ഹിരണ്യകശിപുവിൻ്റെ തപസ്സൊക്കെയാണ് ഓർമ്മ വരിക. ഹിരണ്യകശിപു ഒരു വിരൽ മാത്രം നിലത്ത് കുത്തിയിട്ടാണ് അത്രേ തപസ് ചെയ്തത്. മിക്കവാറും ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നാൽ ഇങ്ങനെ കുറേ ആളെ കാണാം. ഒരു വിരൽ മാത്രം കുത്തിയിട്ട് ഇങ്ങനെ തൊഴുന്ന ആൾക്കാർ. അങ്ങനെ ഈ പ്രാരബ്ധത്തിൻ്റെ ലിസ്റ്റ് മുറുകെ പിടിച്ച ആൾ ഒന്ന് തല ഏന്തി അകത്തേക്കൊരു നോട്ടം നോക്കി. ഇപ്പം ഗുരുവായൂരപ്പനുണ്ടല്ലോ,
ചെറിയൊരു മയക്കുമരുന്നിൻ്റെ ബിസിനസ്സുണ്ട്. ഭഗവാൻ മയക്കുമരുന്ന് അങ്ങ് കുത്തിവയ്ക്കും. എപ്പോഴാണ് കുത്തിവയ്ക്കാന്നറിയോ? ആ പൊന്നും തൃപ്പടിയുടെ മുകളിൽ നിന്ന് ഒരു നിമിഷം ആ ശ്രീലകത്തുള്ള ആളെ കാണില്ലേ, അപ്പോഴാണ് ഈ മയക്കുമരുന്ന് അങ്ങ് കുത്തിവയ്ക്കുക. എന്താ അത്? മധുമഞ്ജുഹാസം. ഒടുവിൽ എൻ്റെ മുൻപിലേക്ക് നീ എത്തിയല്ലോ എന്ന ഭാവത്തിൽ ഒരു പുഞ്ചിരി അങ്ങ് ചിരിക്കും. അതോടെ ഈ പ്രാരബ്ധത്തിൽ പിടിച്ചിരുന്ന കയ്യ് തലയുടെ മുകളിലേക്കെത്തി. ഭംഗിയായി ഗുരുവായൂരപ്പനെ തൊഴുതു, പ്രദക്ഷിണമൊക്കെ ചെയ്ത് പ്രസാദമൊക്കെ വാങ്ങി, ആനയുടെ ചന്തൊക്കെ നോക്കി, തൂണിൻ്റെ മുകളിലുള്ള വിഗ്രഹമൊക്കെ നോക്കി, കുറേ സമയം ഇവിടെ ഇരുന്ന് നാമൊക്കെ ജപിച്ച് ഒക്കെ കൂടിക്കഴിഞ്ഞ് മസാല ദോശയും കഴിച്ച് റൂമിലേക്കെത്തി. മുണ്ടൊന്ന് മാറ്റിയപ്പോഴാണ് എന്തോ ഒരു കടലാസിൻ്റെ കഷ്ണം താഴെ. ഇതെന്താ കടലാസിൻ്റെ കഷ്ണം? അയ്യോ, പ്രാരബ്ധത്തിൻ്റെ ലിസ്റ്റാ. എപ്പോഴാ ഇത് മറന്നുപോയത് അല്ലേ? ആ നടയിലേക്ക് എത്തണത് വരെ എൻ്റെ പിടുത്തം മുഴുവൻ ഈ പ്രാരബ്ധത്തിലായിരുന്നുവല്ലോ. അപ്പോൾ ഭവ ഔഷധാൽ ഇന്നും പൊന്നുഗുരുവായൂരപ്പൻ്റെ മുൻപിലെത്തുന്ന ഭക്തന്മാർ അല്ലേ, നമുക്ക് നേരിട്ട് ഗുരുവായൂരപ്പനോട് ചോദിക്കാം, ഭഗവാനെ ഇതുവരെ എത്ര ഭക്തന്മാരുടെ സങ്കടം കേട്ടിട്ടുണ്ടാവും അങ്ങ്? ഇതുവരെ എത്ര ഭക്തന്മാരുടെ പ്രാരബ്ധം കേട്ടിട്ടുണ്ടാവും അങ്ങ്? ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ പറയും, ഏയ് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇന്ന് വരെ ഒരാളും പ്രാരബ്ധം പറഞ്ഞിട്ടില്ലല്ലോ. ഭഗവാന്റെ തിരുമുൻപിൽ, ആ പൊന്നിൻ ശ്രീലകത്തിന് മുൻപിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുന്ന ഒരു നിമിഷം ആ ഭക്തനോട് ചോദിക്കുക, വല്ല ദുഃഖമുണ്ടോ, വല്ല പ്രാരബ്ധമുണ്ടോ എന്ന് ചോദിക്കുക. കണ്ണുകൾ നിറഞ്ഞ് ആ ഭക്തൻ പറയും, ഒരു ദുഃഖവുമില്ല. ഇന്ന് ഭൂലോക വൈകുണ്ഠമാകുന്ന ഗുരുവായൂരപ്പന് ഈ ഒരു മഹാത്മ്യമുണ്ടെങ്കിൽ അതേ മഹാത്മ്യം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം. ഭഗവാന്റെ കഥകൾക്കൂല്ലേ? അതുകൊണ്ട് എനിക്ക് വിസ്തരിച്ചു പറഞ്ഞു തരണം കൃഷ്ണകഥകൾ. ഇനി ശ്രീകൃഷ്ണ കഥ കേൾക്കാൻ എനിക്ക് എന്താ ഇത്ര താല്പര്യം എന്നല്ലേ? പിതാമഹാമേ, എൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാർ, അങ്ങയ്ക്കറിയാലോ, സദാസമയവും കാരുണ്യ ചിറകിൽ പൊതിഞ്ഞ് ആ കുന്തിദേവിയെയും 5 മക്കളെയും സംരക്ഷിച്ചു ഭഗവാൻ. കുന്തിദേവി തന്നെ ഭഗവാനോട് പറയുന്നുണ്ട്, കൃഷ്ണ എനിക്ക് ചില സമയത്ത് സംശയം തോന്നാറുണ്ട്. എന്ത്? അങ്ങയുടെ അമ്മ ഞാനായിപ്പോയോ എന്നൊരു സംശയം. കാരണം സ്വന്തം അമ്മയായ ദേവകിക്ക് എത്ര സങ്കടം അനുഭവിക്കേണ്ടി വരുന്നു, എത്ര സങ്കടം അനുഭവിച്ചു ഇല്ലേ? പറയുമ്പോൾ നമുക്ക് ദേവകിയുടെ ഭാഗ്യം, കൃഷ്ണാവതാരം, ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഭാഗ്യ ദേവകിക്കും വസുദേവർക്കും ഇല്ലേ? അല്ലേ? ദേവകിക്കും വസുദേവരുടെയും ഭാഗ്യല്ലേ പുത്രനായിട്ട് ഭഗവാൻ വന്നത്? ശരി, എന്നാൽ പിന്നെ ആ ഭാഗ്യം നമുക്കും തരാൻ ഭഗവാൻ തയ്യാറാണെന്ന് വിചാരിക്കുക. നമ്മുടെ മകനായിട്ട് ഭഗവാൻ കൃഷ്ണനായി വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ എത്ര ആൾക്കാർക്ക് സന്തോഷമാവും? കൈയൊന്നും പൊക്കാൻ പറയണില്ല. നമ്മുടെ മകനായിട്ട് ഭഗവാൻ കൃഷ്ണൻ വരുന്നുണ്ടെങ്കിൽ സന്തോഷമാവില്ലേ? എല്ലാവർക്കും സന്തോഷമാവില്ലേ? ദേവകീ വസുദേവന്മാർക്ക് മകനായി വന്നതുപോലെ നമ്മുടെ മകനായി വരികയാണെങ്കിൽ സന്തോഷമാവില്ലേ? പിന്നെ സന്തോഷമാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേവകീ വസുദേവന്മാർ അനുഭവിച്ച അനുഭവമൊക്കെ അനുഭവിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, സന്തോഷാവുമോ? എന്നാ വേണ്ട അല്ലേ? ഞങ്ങൾ കൃഷ്ണാവതാരം കേട്ടോളാം, ഞങ്ങൾ കൃഷ്ണാവതാരം പറഞ്ഞോളാം, ഞങ്ങൾ കൃഷ്ണനാമം ജപിച്ചോളാം. കൃഷ്ണൻ മകനായി വരണ്ട. എന്തേ? ദേവകി അനുഭവിച്ച അനുഭവം ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ കൃഷ്ണനെ ഒന്ന് കിട്ടാൻ വേണ്ടി ദേവകീ വസുദേവന്മാർ അനുഭവിച്ച അനുഭവത്തിൻ്റെ കാഠിന്യം ഒന്ന് ആലോചിച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ ഭാഗവതത്തിന് വന്നാൽ ചൂടുവെള്ളം പോരാ, കാപ്പിക്ക് സ്ട്രോങ് പോരാ അല്ലേ? ഇങ്ങനെ പലതും പോരാ. ഇവിടെ ചൂട് കുറച്ചധികമുണ്ട്, ഫാനൊക്കെ ഓഫാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക?
ഒരു കൃഷ്ണാവതാരം കേൾക്കാൻ നമുക്ക് ഇത്ര ത്യാഗം സഹിക്കാൻ പറ്റണില്ല എന്നിരിക്കെ ആ കൃഷ്ണനെ നേരിട്ട് കിട്ടാൻ ദേവകീ വസുദേവന്മാരനുഭവിച്ച ത്യാഗം അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല താങ്ങാൻ. അപ്പം അതിന് തിരഞ്ഞെടുത്ത 2 ജന്മങ്ങളാണ് അവർ, ഭഗവാൻ തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാർ, അവരോട് കൃഷ്ണൻ ചൊരിഞ്ഞ കാരുണ്യം, ദുരത്തയം കൗരവ സൈന്യസാഗരം, എണ്ണിയാലൊടുങ്ങാത്തതായ ആ കൗരവസേനയെ മുഴുവൻ ചമ്മട്ടിയും കടിഞ്ഞാണുമേന്തി പാർത്ഥസാരഥിയായി മുൻപിൽ നിന്ന് ജയിച്ച് വിജയം നേടിക്കൊടുത്തതായ ആ ശ്രീകൃഷ്ണൻ, വഞ്ചിതോഹം, ഒരു ദിവസം നമ്മളെയൊക്കെ വഞ്ചിച്ചു കൊണ്ട് പോയല്ലോ ഏട്ടാ എന്ന് അർജുനൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ നിമിഷം എന്നെ സിംഹാസനത്തിലേക്ക് ഇരുത്തി ആടയാഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് തിരുനാമം ചൊല്ലി വടക്കു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയ എൻ്റെ മുത്തശ്ശന്മാരെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ആ മുത്തശ്ശന്മാരുടെ പേരക്കുട്ടിയായ എനിക്ക് കൃഷ്ണാവതാരം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഇനി മുത്തശ്ശന്മാരുടെ പാരമ്പര്യമൊന്നും പറയുന്നില്ല, എൻ്റെ കഥ പറയാലോ. മാതുശ്ചമേയ ശരണം ഗതായ. കുട്ടിക്കാലത്ത് മുത്തശ്ശിയായ കുന്തിദേവി മടിയിലിരുത്തി എൻ്റെ കൈകളെ തൊഴുവിച്ച് കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ, കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം എന്ന് പാടുമ്പോൾ ഞാൻ മുത്തശ്ശിയോട് ചോദിക്കും, ആരാ കൃഷ്ണൻ? ആരാ മുത്തശ്ശി കൃഷ്ണൻ? അപ്പോഴാണ് മാതുശ്ചമേയ ശരണം ഗതായ. ഞാൻ കുട്ടിക്കാലം മുതൽ കേട്ടു വളരുന്ന ഒരു കഥയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉത്തര എന്ന എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ കിടക്കുമ്പോൾ ബ്രഹ്മാസ്ത്രമയച്ചു അശ്വത്ഥാമാവ്. അന്ന് സ്വതവേ രാജകുമാരികൾ അന്തഃപുരം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല, ഗർഭിണികൾ ഒട്ടും പോകാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും ചൂടേറിയതായ ബ്രഹ്മാസ്ത്രം അഗ്നിഗോളം പോലെ തൻ്റെ അടുത്തേക്ക് വരണത് കണ്ടപ്പോൾ എല്ലാം മറന്ന് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ എന്ന നിറവയറുമായി ഓടി കൃഷ്ണൻ്റെ പാദത്തിലേക്ക് നമസ്കരിച്ച ഉത്തരയുടെ മകനല്ലേ ഞാൻ. അന്ന് അമ്മയുടെ പ്രാർത്ഥന കേട്ട് അങ്കുഷ്ഠമാത്രമമലം അതിസുന്ദരമായൊരു രൂപത്തിൽ ഗർഭത്തിലേക്ക് വന്ന് ആ താമരക്കണ്ണുകളെ കൊണ്ട് തന്നെ ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചതിൻ്റെ ഫലമല്ലേ ഇന്ന് ഈ ഭാഗവതത്തിന് മുൻപിൽ എനിക്കിരിക്കാൻ സാധിക്കണത്. അതുകൊണ്ട് ഉത്തര എന്ന ആ അമ്മയുടെ പുത്രനായ എനിക്ക് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കണ്ണു തുറന്നപ്പോൾ കണ്ട ആ താമരക്കണ്ണൻ്റെ കഥകൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തരണം. എന്തിനാ ഈ കൃഷ്ണാവതാരത്തിലേക്ക് എത്തുമ്പോൾ ശ്രോതാവായ പരീക്ഷത്തിൻ്റെ ഈ ശ്രദ്ധയെ ഉയർത്തി ഭാഗവതം പാടുന്നതെന്നാണെങ്കിൽ കൃഷ്ണാവതാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കാണാം, അത് കേൾക്കാം, അത് പാടാം, അത് പറയാം. പക്ഷേ അത് അനുഭവമാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ പരീക്ഷത്തിൻ്റെ സ്ഥാനത്തിരിക്കണം. പരീക്ഷത്തിനെ പോലെയുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാവണം. പരീക്ഷത്തിനെ പോലെയുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണമെങ്കിൽ എന്ത് വേണം എന്നറിയോ? നമ്മൾ ഓരോരുത്തരും പരീക്ഷിത്തായിട്ട് മാറണം. നമ്മളും ഈ പരീക്ഷത്തിനെ പോലെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഈ മള്ളിയൂരിൻ്റെ മുൻപിൽ ഈ സത്രവേദിയിൽ ഭാഗവതം പറയാനും കേൾക്കാനും നമുക്കിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രാരബ്ധില്ലാത്തവരാണോ നമ്മൾ? ആണോ? ഇപ്പം നാട്ടുകാർ പറയും സ്വതവേ ഈ സപ്താഹത്തിനൊക്കെ പോയിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഒരു പണിയില്ലാത്ത കുറച്ചെണ്ണം ലേ, ഒരു പണിയില്ലാത്ത കുറച്ചെണ്ണം സപ്താഹം എന്നും പറഞ്ഞ് പോയിരിക്കുന്നുണ്ട്. പണിയില്ലാത്തവരാണോ? പ്രാരബ്ധില്ലാത്തവരാണോ? അല്ല. ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്കങ്ങ് എത്തിയാൽ ഞാനും നിങ്ങളും ഒക്കെ പ്രാരബ്ധത്തിൻ്റെ അനേകം ഡിഗ്രികൾ സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ പ്രാരബ്ധങ്ങൾ നിറഞ്ഞ കലിയുഗത്തിൻ്റെ ഭവപ്രവാഹത്തിനിടയിൽ നിന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ ഈ മഹാഗണപതി തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി എന്നുണ്ടെങ്കിൽ
എന്തോ ഒരു പ്രത്യേകത നമുക്കുണ്ട്. അതെൻ്റെ കേമത്വം തന്നെയാട്ടോ എന്ന് വിചാരിക്കണ്ട. പിതാമഹാമേ, ഭാഗവതം ഉറപ്പ് പറയണു. നമുക്കിന്ന് ഈ ഭാഗവതത്തിലേക്കൊരു ശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരാരോ ഭാഗവതത്തെ ഉപാസിച്ചതിൻ്റെ ഫലമാണ്. പോരാ, നമ്മൾ ഓരോരുത്തരെയും ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ ജപിച്ച കൃഷ്ണനാമത്തിൻ്റെ, കേട്ട ഭാഗവതത്തിൻ്റെ, നമസ്കരിച്ച ഭഗവാന്റെ ആ ഭക്തിയുടെ ഫലം കൂടിയാണ് നമുക്ക് കൃഷ്ണാവതാരം എന്ന് പറയുമ്പോൾ, കൃഷ്ണാവതാര രംഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ നമസ്കരിക്കണം, നമ്മുടെ പൂർവികന്മാരെ നമസ്കരിക്കണം. നമുക്ക് ജന്മം നൽകിയ അമ്മയെയും അച്ഛനെയും നമസ്കരിച്ചിട്ട് വേണം കൃഷ്ണാവതാരത്തിന് മുൻപിലിരിക്കാൻ. അപ്പോൾ നമ്മളും പരീക്ഷിത്താവും. ചുരുക്കി പരീക്ഷിത്ത് കൃഷ്ണൻ്റെ കഥ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ശുകബ്രഹ്മ ഋഷിക്ക്. ആദ്യം ദേവകീ വസുദേവന്മാരുടെ പുത്രനായി ജനിച്ച കൃഷ്ണൻ എങ്ങനെയാണ് അമ്പാടിയിലെത്തിയത്, ബാലലീലകൾ കഴിഞ്ഞ് വൃന്ദാവനത്തിലേക്ക് എന്തിനാ താമസം മാറ്റിയത്, മധുരയിലേക്കെത്തി കംസനെ എന്തിനാ വധിച്ചത്, ദ്വാരകയിൽ 16,000-ലധികം ധർമ്മപത്നികളോടൊപ്പം എങ്ങനെയാ ഭഗവാൻ താമസിച്ചത്, എന്തിനാ ഇതൊക്കെ ചുരുക്കി പറഞ്ഞ് പരീക്ഷിത്ത് ശുകബ്രഹ്മ ഋഷിയോട് ചോദിച്ചതെന്നറിയോ? ഇത്രയും കഥകളിലൊന്നും വിട്ടുപോകരുത് വെച്ചിട്ടാ. ഈ കഥകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, കൃഷ്ണൻ്റെ കഥകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കഥ അങ്ങ് മറന്നുപോയാലും അല്ലേ, പുസ്തകത്തിൻ്റെ ആദ്യം ഒരു പേജുണ്ടാവും, എന്ത്, ഉള്ളടക്കം. ഈ ഉള്ളടക്കത്തിനനുസരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ വിസ്തരിച്ച് കാണുക. ഇതുപോലെ കൃഷ്ണകഥകളുടെ ദശമസ്കന്ധത്തിൻ്റെ ഒരു ഉള്ളടക്കം പരീക്ഷിത്ത് എന്ന ശ്രോതാവ് ശുകബ്രഹ്മ ഋഷിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിനെ അങ്ങ് വിസ്തരിച്ചാൽ മതി. ഇവിടെ കൃഷ്ണകഥകളോട് ഇത്ര പ്രേമത്തെ കാണിക്കുന്ന പരീക്ഷിത്ത് എന്ന ശ്രോതാവിൻ്റെ ശ്രദ്ധയെ മനസ്സുകൊണ്ടൊന്ന് നമസ്കരിച്ചു അത്രേ. കാരണം ഇങ്ങനെ ശ്രദ്ധയുള്ള ഒരാളിരിക്കുമ്പോഴല്ലേ ഭംഗിയായിട്ട് ഭഗവാന്റെ കഥ പറയാൻ സാധിക്കുക. സഗോദോഹന മാത്രം ഹി, ഒരു സ്ഥലത്ത് ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രം ഇരിക്കുന്ന ഗുരുനാഥൻ 7 ദിവസം ഇടതടവില്ലാതെ അവിടെ ഇരുന്ന് ഗംഗാതീരത്തിരുന്ന് ഭഗവത് കഥകളെ പാടിയെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, അത് പരീക്ഷിത്ത് എന്ന ശ്രോതാവിൻ്റെ മഹാത്മ്യമാണ്, ശ്രദ്ധയാണ്. ആ ശ്രദ്ധയെ നമസ്കരിച്ചുകൊണ്ട് ശുകബ്രഹ്മ ഋഷി ഭാഗവതത്തിൽ പ്രധാനമായ, ഭാഗവതന്മാർക്ക് പ്രധാനമായ ശ്രീകൃഷ്ണ കഥകളിലേക്ക് പ്രവേശിക്കുന്നു. പരീക്ഷിത്തെ, എപ്രകാരമാണോ ധന്യമായ ഗംഗാനദി കാണുന്നവനെയും അതിൽ കുളിക്കുന്നവനെയും ആ തീർത്ഥത്തെ സേവിക്കുന്നവനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നത്, അതേ ഭാവത്തിൽ ചോദിക്കുന്നവനെയും പാടുന്നവനെയും കേൾക്കുന്നവരെയും ഒരുപോലെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഭഗവാന്റെ കൃഷ്ണകഥകൾക്കുണ്ട്. ആ കൃഷ്ണകഥകളെ ഞാൻ അങ്ങയ്ക്ക് പാടിത്തരുന്നത് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, കലൗജനിഷ്യമാണാനാം, വരാൻ പോകുന്ന കലിയുഗത്തിലുള്ളവർ ഈ കൃഷ്ണകഥകളെ കേൾക്കട്ടെ. ശുകപരീക്ഷിത്ത് സംവാദ രൂപത്തിൽ ഭൂമിദേവിയുടെ ഭാരം, അധർമ്മികളായ ഈശ്വരനിഷേധികളായ രാജാക്കന്മാരുടെ ഭാരം സഹിക്കാൻ പറ്റാതെ ഗുരൂപധാരിയായി ബ്രഹ്മാദിദേവന്മാരോടൊപ്പം പന്നകശായിയായ പത്മനാഭനെ ചെന്ന് പുരുഷസൂക്താദി വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണനായി അവതരിക്കാൻ പോകുന്നു എന്നുള്ള ആ സന്ദേശം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ലഭിച്ചു. ബ്രഹ്മാവ് ലോകത്തിന് മുഴുവനുമായിട്ട് ആ സന്ദേശത്തെ അറിയിച്ചു. അവതീര്യയതോർവംശേ ഭഗവാൻ പുരുഷോത്തമ, ഭൂമിയിൽ യദുകുലത്തിൽ ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. ഭഗവാന്റെ ജ്യേഷ്ഠ സഹോദരനായി അനന്തമൂർത്തി ബലരാമനായും പത്മനാഭസോദരിയായി സാക്ഷാൽ ഭഗവതിയും അവതരിക്കുന്ന ഒരു അവതാര മഹോത്സവം. നിങ്ങൾക്കൊക്കെ ആ കൃഷ്ണനോടൊപ്പം പാടാനും ആടാനും കളിക്കാനുമുള്ള ഭാഗ്യമുണ്ട് എന്ന് പറയേണ്ട താമസം സകല പുണ്യജന്മങ്ങളും വൃന്ദാവനത്തിലേക്ക്, ഭൂമിയിലേക്ക് വന്നു എന്നാ. അവരൊക്കെ കാത്തിരുന്നു. മധുരാവാസികളായി, മധുരയിലുള്ള ആൾക്കാരായി കുറേ ആൾക്കാർ ജനിച്ചു. കൃഷ്ണൻ വരുമല്ലോ മധുരയിലേക്ക്. അപ്പോഴാണ് ഇനി മധുരയിൽ സ്ഥലമില്ല, എന്നാൽ പിന്നെ ആ അമ്പാടിയിൽ പോയിട്ട് ഗോപികമാരായി, ഗോപന്മാരായി, മാനായി, മയിലായി, വണ്ടായി, പശുക്കളായി, പശുക്കുട്ടികളായി
അപ്പോൾ ഒരു കോട്ട വെച്ചിട്ടുണ്ട്, ഇത്ര പശുക്കൾ, ഇത്ര ഗോപികമാർ, ഇത്ര ഗോപന്മാർ. ആ വേഷമൊക്കെ ഓരോ ആൾക്കാർ കെട്ടിയപ്പോൾ ഇനിയിപ്പോൾ വേഷം എന്താ ഉള്ളത്? എന്നാൽ പിന്നെ വേണ്ട, ഒരു പുല്ലായിട്ട്, ഒരു പുൽക്കൊടിയായിട്ട്, യമുനാ തീരത്ത് കാട്ടോടക്കമ്പുകളായിട്ട്. അപ്പോൾ വൃന്ദാവനത്തിലെ ഒരു പുൽനാമ്പിനുള്ള പുണ്യം അതുപോലും തനിക്കില്ലല്ലോ എന്ന് ബ്രഹ്മാവ് ഭാവിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പുല്ലായി പിറവി തരവേണം എന്ന് ബ്രഹ്മാവ് ഭഗവാന്റെ പാദത്തിൽ തലമുട്ടിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ വൃന്ദാവനത്തിലെ ഒരു പുൽനാമ്പിനുള്ള ഭാഗ്യം, പുണ്യം എത്രയായിരിക്കും? മധുരയുടെ രാജവീഥിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. വിവാഹ ഘോഷയാത്ര നടക്കുകയാണ്. താളമേളങ്ങളോടും താലപ്പൊലികളോടും കൂടി മുല്ലമാലകളെ കൊണ്ട് അലങ്കരിച്ചതായ സ്വർണ്ണരഥത്തിൽ നവവധൂവരന്മാരായ ദേവകീ വസുദേവന്മാർ അവരെ എങ്ങനെ ആഘോഷിച്ചങ്ങനെ കൊണ്ടുപോവുക. സ്വതവേ കല്യാണത്തിന് പോയാൽ നമ്മൾ ആരെയാ ശ്രദ്ധിക്കുക? കല്യാണത്തിന് പോയാൽ നിങ്ങളൊന്നും കല്യാണത്തിനും പോകാറില്ലേ? കല്യാണത്തിന് പോയാൽ നമ്മളൊക്കെ വധൂവരന്മാരെയാണ്, പെണ്ണിനെയും ചെക്കനെയാണ് നോക്കുക. എന്നാൽ ഇവിടെ ഒരാളും വസുദേവരെയും ദേവകിയും ശ്രദ്ധിച്ചില്ല. എല്ലാവരും ശ്രദ്ധിച്ചത് ആ രഥം ഓടിക്കുന്ന ചെറുപ്പക്കാരൻ്റെ നേരെയാണ്. കണ്ടവർ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രകാലം നമ്മൾ കണ്ണുചോരയില്ലാത്തൊന്ന് വിളിച്ച കംസൻ, എന്തൊരു സ്നേഹ കംസന്. ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കംസന് സന്തോഷമായി. പക്ഷേ അധിക സമയം നീണ്ടു നിന്നില്ല. ഹേ മന്ദബുദ്ധേ, ഇവളുടെ 8ാമത്തെ കുട്ടി നിൻ്റെ അന്തകനായിരിക്കുമെന്ന് അശരീരി കേട്ടതും ദേവകിയെ വധിക്കാൻ പുറപ്പെട്ടതും വസുദേവർ സത്യം ചെയ്തു, ഉണ്ടാകുന്ന കുട്ടികളെ സമർപ്പിക്കാം. വസുദേവരെ വിശ്വാസമുള്ളതായ കംസൻ പിടിവിട്ടു. കാലാന്തരത്തിൽ ദേവകി ഗർഭം ധരിച്ചു, ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ഒന്ന് മാരടത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പോലും സമയം കൊടുക്കാതെ വസുദേവർ ആ ഭഗവാനെ വാങ്ങി കംസൻ്റെ മുൻപിൽ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ കിം ദുസ്സഹം ന്നു സാധൂനാം, എൻ്റെ വസുദേവരെ എന്തൊരു സത്യസന്ധതയായത്. അന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴത്തൊരു ദേഷ്യത്തിന് ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് 8ാമത്തതല്ലേ, അപ്പോൾ വേണമെങ്കിൽ നോക്കാം, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. വസുദേവരെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോഴാണ് നാരദർക്ക് തോന്നിയത് ഇങ്ങനെ ആയാൽ പറ്റില്ല. കംസനൊക്കെ നല്ല സ്വഭാവം തുടങ്ങിയാലേ പിന്നെ എങ്ങനെയാണ് കൃഷ്ണാവതാരം ഉണ്ടാവുക? ഭഗവാൻ വിചാരിക്കും, ഓ അവർ നേരെയാവണുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ പോകേണ്ട പണിയില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണൻ അവതരിക്കണമെങ്കിൽ ഡോസ് കൂട്ടി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നാരദർ വന്ന് കംസനെ ഒന്ന് വേവലാതിപ്പെടുത്തി. ഉറപ്പിക്കൊന്നും വേണ്ട, 8 1 8 ദേവന്മാർക്ക് 8 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല സൂത്രമുണ്ട്. പിന്നെ ഈ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്ക് ഇങ്ങനെ കുറേ കുഴപ്പമുണ്ട്, അത് നീ പഠിക്കാത്തതുകൊണ്ട് മനസ്സിലാവാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നാരദരങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഉറപ്പിച്ചു. ഉണ്ടാകുന്ന കുട്ടികളെ മുഴുവൻ കൊല്ലാൻ 6 കുട്ടികളെയും നിഷ്കരുണം വധിച്ചു. 7ാമതായി ബലരാമനെ ഗർഭം ധരിച്ചപ്പോൾ വൈകുണ്ഠമൂർത്തിയായ നാരായണൻ മായാദേവിയോട് ആ ബലരാമനെ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റാനായി നിർദ്ദേശിച്ചു. 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നറിഞ്ഞതായ കംസൻ ഇനി ഗർഭം ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന ഭാവത്തിൽ തൂണുകളിൽ ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ചു. എന്നാൽ വിഡ്ഢിയായ കംസൻ അറിഞ്ഞില്ല ഭഗവാൻ അവതരിക്കാൻ ലൗകികമായ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. വസുദേവർക്കിപ്പോൾ ആ കൂരിരുട്ട് നിറഞ്ഞ കംസൻ്റെ കാരാഗ്രഹത്തിനകത്ത് ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. വസുദേവരിടയ്ക്ക് ആലോചിക്കും, ആ വെളിച്ചം കൂടി വേണ്ടയായിരുന്നു. കാരണം ആ വെളിച്ചത്ത് വസുദേവർ കാണുന്നതെന്താ? കരഞ്ഞ് ചങ്ങലക്കെട്ടുകളിൽ ക്ഷീണിച്ച് കിടക്കുന്ന ദേവകിയാണ്. ആ ദേവകി അനുഭവിക്കുന്നതായ ദുഃഖത്തെ ചിന്തിക്കുമ്പോൾ വസുദേവർക്ക് ഒരു വാക്കുകൊണ്ടുപോലും ആശ്വസിക്കാൻ പറ്റില്ല, ആശ്വസിപ്പിക്കാൻ സാധിക്കണില്ല. അപ്പോൾ വസുദേവർ എന്ത് ചെയ്യും? കണ്ണടച്ചൊന്ന് ഹൃദയത്തിൽ ഭഗവാനെ വിളിക്കും. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഒരിക്കൽ നീലബാലനായി വസുദേവരുടെ ഹൃദയത്തിലങ്ങ് ഭഗവാൻ നിറഞ്ഞത്. ആ ഉണ്ണിയുടെ സൗന്ദര്യവും കടാക്ഷവും കണ്ടതും എല്ലാം മറന്നു. തൻ്റെ കൈകാലുകളിൽ ചങ്ങലകളുണ്ട്, താൻ കംസൻ്റെ കാരാഗ്രഹത്തിലാണ്, ഒക്കെ മറന്ന് വസുദേവർ ആനന്ദിച്ചപ്പോൾ എനിക്കും ആ ആനന്ദരൂപനെ ഒന്ന് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതും മയിൽപ്പീലി മുതൽ പൊഞ്ചിലം പണിഞ്ഞ പാദം വരെ വസുദേവർ കേശാദിപാദം അങ്ങ് ഉപദേശിച്ചതും ദേവകീ ഹൃദയത്തിൽ ദേവകീ ഗർഭത്തിലേക്ക് ശബ്ദബ്രഹ്മസ്വരൂപനായ ഭഗവാൻ പ്രവേശിച്ചു. അങ്ങനെ സർവ്വവിധത്തിലും ഭഗവാനെ ഗർഭം ധരിച്ചതായ ആ രംഗത്തിൽ ദേവകീ ദേവിയുടെ വസുദേവരുടെ മുൻപിൽ വന്ന ബ്രഹ്മാദിദേവന്മാർ സത്യവ്രതനായി സത്യനാരായണനായി ഭഗവാനെ അതിഗംഭീരമായി സ്തുതിച്ച് തിരിച്ചെഴുന്നള്ളി. ഇനി കൃഷ്ണാവതാരം
ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി സുദിനം അർദ്ധരാത്രിയിൽ കാലം പരമശോഭനമായ രംഗത്തിൽ സർവവിധത്തിലും ഭൂമിയിൽ മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാഗര, ഭൂമിയിൽ സകല സ്ഥലത്തും ആനന്ദം തിരതല്ലാൻ തുടങ്ങി. ഭൂമിദേവിക്ക് എന്തൊരാനന്ദം അറിയോ? കാരണം ഇനി 125ഓളം വർഷം തൻ്റെ മാറിടത്തിൽ കൂടിയിട്ടല്ലേ ഭഗവാന്റെ പാദം വച്ചിട്ടുള്ളതായ ഭഗവാന്റെ ലീലകൾ. ആ ഭഗവാനെ ഏറ്റെടുക്കാൻ ഭൂമിദേവി തയ്യാറായി. കാല പരമശോഭന. പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങൾക്കും കാലം അനുകൂലമായി കൃഷ്ണാവതാരത്തിന് രംഗമൊരുങ്ങുന്നതായ രംഗം അല്ലേ? ഒരു നടൻ നാടകവേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ നാടകവേദിയെ സഹായികൾ തയ്യാറാക്കി വയ്ക്കണില്ലേ? അതേ ഭാവത്തിൽ ഭക്തന്മാരും പ്രകൃതിയും കൃത്യമായിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിന് ഗോലോകനാഥനെ സ്വീകരിക്കാനായി തയ്യാറായി. ഇവിടെ ഇപ്പോൾ ഒരു കൃഷ്ണാവതാര പാരായണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ കൃഷ്ണാവതാരത്തിന് അന്ന് നടന്ന ഒരുക്കം എന്തായിരിക്കും? ഗന്ധർവന്മാർ, യക്ഷന്മാർ, ചാരണ പന്നഗാദികളെല്ലാം ആകാശവീഥികളിൽ പലവിധ വാദ്യങ്ങൾ മുഴക്കാനും നാമം ജപിക്കാനും പുഷ്പവൃഷ്ടി ചെയ്യാനും തയ്യാറായി നിൽക്കുന്നതായ അഷ്ടമിരോഹിണി സുദിനത്തിൽ അർദ്ധരാത്രിയിൽ യാഗശാലയിലുള്ളതായ യാഗാഗ്നി തനിയെ ജ്വലിക്കാൻ തുടങ്ങിയതായ ആ അർദ്ധരാത്രിയിൽ സ്വതവേ മയിലുകൾ കുറച്ചു മടിയന്മാരാ പീലി വിടർത്താൻ. നമ്മളിങ്ങനെ കാത്തു നിൽക്കണം, ഇതെപ്പോഴാണ് വിടർത്തുക. എന്നാൽ അന്ന് രാത്രിയിൽ യാതൊരു മടിയും കൂടാതെ മയിലുകൾ പീലി വിടർത്തി ആടിയപ്പോൾ എന്താ മയിലുകൾക്ക് ഇത്ര സന്തോഷം? അപ്പോൾ അവർ പറയാ, ഞങ്ങൾക്കല്ലേ കൃഷ്ണാവതാരം ഭാഗ്യം തരുന്നത്, ഞങ്ങളുടെ ഈ മയിൽപ്പീലിക്ക് സൗന്ദര്യമുണ്ട് എന്ന് ഇത്രകാലവും ലോകം പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ ആ അമ്പാടിക്കണ്ണൻ്റെ നെറുകയിലേക്ക് യശോദാദേവി ഞങ്ങളുടെ പീലിയിൽ ഒന്ന് കുത്തിവെക്കുമ്പോൾ എന്തൊരു ഭംഗിയാ മയിൽപ്പീലിക്ക്. അത് ഞങ്ങൾക്കല്ലേ ഭാഗ്യം. കുയിലുകൾക്കൊരാനന്ദം. ഭഗവാന്റെ വേണുഗാനം ഞങ്ങളുടെ കൂജനം പോലെയല്ലേ. താമരകൾ വിടർന്നു നിന്നു, താമരക്കണ്ണൻ്റെ അവതാരല്ലേ. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങൾക്കും ആനന്ദം കൊടുത്തുകൊണ്ട് യമുനാ നദി ആ മധുരയെ ചുറ്റി അതിസുന്ദരിയായിട്ടങ്ങനെ ഒഴുകുന്നതായ രംഗത്തിൽ സജ്ജനങ്ങൾ കണ്ണു തുറന്ന് നാമം ജപിക്കാനും ദുർജനങ്ങൾ കണ്ണടച്ച് കുറുക്കം വിളിച്ചുറങ്ങാനും തുടങ്ങിയതായ രംഗത്തിൽ കംസൻ്റെ കാരാഗ്രഹത്തിനകത്തെ സകല കൂരിരുട്ടിനെയും കീറി മുറിച്ചുകൊണ്ട് ദിശിന്തുരിവ പുഷ്കല നീലചന്ദ്രനായി ആ അദ്ഭുത ബാലകൻ അവതാരം ചെയ്യുന്ന പുണ്യനിമിഷമാണ് അടുത്ത അധ്യായത്തിൽ. നമുക്കും പ്രാർത്ഥിക്കാം. ഈ മള്ളിയൂരിൻ്റെ പുണ്യഭൂമിയിൽ, ഈ മഹാസത്രവേദിയിൽ ഈ ഭാഗവതാമൃതം പെയ്ത് ഹൃദയം ശുദ്ധീകരിച്ചതായ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ആ അവതാരം സംഭവിക്കട്ടെ. കാരണം കംസൻ്റെ കാരാഗ്രഹത്തിലുള്ളതിനേക്കാൾ കൂരിരുട്ടാവും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈ കലിയുഗം സമ്മാനിക്കേണ്ടത്. അത്തരത്തിലുള്ളതായ സകല പ്രാരബ്ധ ദുഃഖങ്ങളുടെയും അന്ധകാരത്തെ നീക്കി ആനന്ദരൂപനായ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് അവതാരം ചെയ്യട്ടെ. ആ അവതാര രംഗം വേണ്ടതുപോലെ നമുക്ക് അനുഭവമാക്കി തരട്ടെ മഹാഗണപതി. ഇന്നലെ ആ മഹാഗണപതിയുടെ മാറിടത്തിൽ ചേർന്ന് കിടന്നതായ ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് വേണ്ടിയിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് മള്ളിയൂർ മഹാഗണപതി യജ്ഞവേദിയിലേക്ക് ഇറക്കി വിട്ടു തരട്ടെ. നമുക്ക് ആ കൃഷ്ണനെ യജ്ഞശാലയിലേക്ക് സ്വീകരിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ നിവേദ്യം കൊടുക്കുക? നാമമാകുന്ന നറുവെണ്ണ. എല്ലാവരും ആ സമയത്ത് നാമം ജപിക്കുക, എല്ലാവരും നാമം ജപിക്കുക. കാരണം ഇതുപോലൊരവസരം എപ്പോഴാണ് നമുക്ക് കിട്ടുക? ഇതുപോലൊരവസരം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? അപ്പോൾ ഭഗവാൻ കൃഷ്ണാവതാര ഭാവത്തിൽ നമ്മുടെ മുൻപിലേക്ക് അവതരിച്ചു വരുമ്പോൾ, ലൗകികമായിട്ട് തന്നെ നമ്മൾ കുട്ടികളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ കുട്ടിക്ക് സന്തോഷത്തിനല്ല, നമ്മുടെ സന്തോഷത്തിന്. അതുപോലെ നമ്മുടെ സന്തോഷത്തിന് നാവുണ്ടോ നാമം ജപിക്കൂ, കണ്ണുണ്ടോ ആ കൃഷ്ണാവതാരം ഒന്ന് കാണൂ, കൈയുണ്ടോ ആ സമയത്തൊന്ന് തൊഴൂ. ഇത്തരത്തിൽ നമുക്ക് ഭഗവാന് കൊടുക്കാൻ പറ്റുന്ന എല്ലാം സമർപ്പിക്കാൻ പറ്റുന്ന നിമിഷമാണ് ഈ ഒരു കൃഷ്ണാവതാര രംഗം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധയോടെ മധുരയിലെ ആ അദ്ഭുത ബാലകൻ്റെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ